നമ്മുടെ ഭൂഖണ്ഡങ്ങളുടെ പേരുകളാണ്. ആ ഭൂഖണ്ഡത്തിന്റെ കളറുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏഷ്യയുടെ കളർ എന്താണ്? മഞ്ഞ. ഓഷ്യാനയുടെ കളർ എന്താണ്? നീല. യൂറോപ്പിന്റെ കളർ എന്താണ്? വെള്ള. അമേരിക്കയുടെ കളർ എന്താണ്? റെഡ്. ആഫ്രിക്കയുടെ കളർ എന്താണ്? ഇത് 5 ഭൂഖണ്ഡങ്ങളാണ്. ഈ 5 ഭൂഖണ്ഡങ്ങളിൽ നമുക്ക് ആരെ അറിയിക്കണം? ഈശോ സുവിശേഷം പ്രഘോഷിക്കണം. നമ്മളറിയാതെ ഒരാൾ പോലും ഈശോനെ നഷ്ടപ്പെടുത്താൻ ഈശോനെ അറിയാതെ പോകരുത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടി സഹായിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ? കുഞ്ഞു മിഷണറി ആയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ആരും ഇതിൽ നോക്കരുത്. ഏത് മിഷനാണോ ഏത് ഭൂഖണ്ഡമാണോ നിങ്ങൾക്ക് തരുന്നത് ആ ഭൂഖണ്ഡം ഇന്നു മുതൽ മരണം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരാൾ പോലും ഈശോയെ അറിയാതെ അവിടെ മരിച്ചു വീഴാൻ ഇടയാകരുതേ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി ഫോർ ദാറ്റ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് GGMൻ്റെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണ്. എങ്ങനെയാണിത് ഈ ഒരു എക്സിബിഷൻ തുടങ്ങിയത്? അതായത് ഭാരതത്തിൻ്റെ പല മിഷനുകളും, അതായത് നോർത്തിലും നോർത്ത് ഈസ്റ്റിലും അവിടുത്തെ ഒരു പള്ളി പണിയാനായിട്ട് ആകെ വരുന്നത് 5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം സ്വരൂപിക്കാൻ പറ്റാതെ പള്ളിപ്പണി പകുതിയായി നിൽക്കുന്ന കുറേ പള്ളികൾ, അല്ലെങ്കിൽ പല സ്ഥലത്തും മരത്തിൻ്റെ ചുവട്ടിൽ കുർബാന ബലിയർപ്പിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മറത്ത് ബലിയർപ്പിക്കുന്ന കാണുമ്പോൾ ഒരു പള്ളിക്ക് വേണ്ടിയുള്ള അവരുടെ ദാഹം. അതേസമയം പുതിയ ക്രിസ്ത്യാനികൾ അനേകർ കടന്നു വരുന്നു, പക്ഷെ എന്നാലും പള്ളിയില്ല. അതേസമയം ഇവിടുത്തെ പള്ളികൾ കോടാനുകോടി ചിലവാക്കി ഒരാൾ പോലും കൂടുതലായിട്ട് പള്ളിയിലേക്ക് കടന്നു വരാനില്ല. ആൾക്കാരുടെ എണ്ണം, നമ്മുടെ മക്കളുടെ എണ്ണം കുറഞ്ഞിട്ടും നമ്മളുടെ ഇവിടുന്ന് അനേകർ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം പള്ളികളുടെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുക. അവിടെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ പള്ളിയില്ല. ഇത് ഒന്ന് ബാലൻസ് ചെയ്യണം. എങ്ങനെയാണിത് ബാലൻസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനുവേണ്ടി കുറേ നീണ്ടകാലത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇതൊന്ന് ബാലൻസ് ചെയ്യുക. അതേപോലെ അവിടെയാണെന്നുണ്ടെങ്കിൽ അച്ഛന്മാരെ ആവശ്യമുണ്ട്. ഒരു രൂപതയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രിഗേഷനോ ഒരു വർഷം 5 or 10 പേരെ ആവശ്യമുണ്ട്. അങ്ങനെ സൗകര്യമുണ്ട്, പക്ഷേ മക്കളില്ല പഠിക്കാനായിട്ട്. അത് സെമിനാരിയൻസ് ഇല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെറും 5 വരെ വേണം, പക്ഷേ 20 വരെ എടുക്കും. അതുകൊണ്ട് ചെറിയ കാരണത്താൽ അവർ സെമിനാരി വിട്ട് പോകേണ്ടി വരും. പോയി കഴിഞ്ഞാൽ വേറെ ചേരാനും പറ്റില്ല. അപ്പോൾ അതും ഒരു ഇൻബാലൻസാണ്. അതായത് ഒരു നോർത്തും നോർത്ത് ഈസ്റ്റും അതേസമയം കേരളവും സൗത്തായിട്ട് ഒരു ഇൻബാലൻസാണ്. ഇതെല്ലാം ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇവിടെയാണെങ്കിൽ സെമിനാരിയൻസ് പഠിപ്പിക്കാൻ, ഇപ്പോൾ ഞാനായിരിക്കുന്ന രൂപതയിൽ 1000-ന് മേലെ ആൾക്കാരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്, സെമിനാരിയൻസ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരാളെ പോലും കിട്ടാതെ കിടന്ന് വിഷമിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻബാലൻസ് ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളും കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പൂൾ ചെയ്യപ്പെടണം. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇന്ത്യക്ക് പുറത്തുനിന്ന് അവർക്ക് ഒരു റിസോഴ്സും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഇനി ഏറ്റവും കൂടുതൽ പൂൾ ചെയ്യപ്പെടാൻ പറ്റുന്ന സ്ഥലം കേരളമാണ്. എങ്ങനെ ചെയ്യും? അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ പേരെ മിഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് എന്നാലും ഞങ്ങൾക്ക് എത്ര കൊണ്ടുപോയാലും ഇത്ര കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ നിന്ന് കുറേ പേരെ ഇങ്ങോട്ട് മിഷൻ കാണിക്കാൻ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് വളരെ ചെറിയൊരു നമ്പർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ചു, അവിടുത്തെ മിഷനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെന്താണ് ചെയ്യുന്നത്, ഓരോ രൂപതകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് കോൺഗ്രിഗേഷൻ എന്ത് ചെയ്യുന്നു, അതിന് ഇവിടുത്തെ കേരളത്തെ ആൾക്കാർക്ക് ഒരു സ്പേസ് കൊടുത്ത് അതിനകത്ത് കാണാം. ഇപ്പോൾ ഇവിടെ ഉള്ളത് മിഷൻ, ഈ എക്സിബിഷൻ സ്ഥലത്തുള്ളത് ഏകദേശം 60 സ്റ്റോളാണുള്ളത്. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺഗ്രിഗേഷൻസും വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപതകളും അവർ എന്ത് മിഷൻ ചെയ്യണോ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നു, അവരെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നോ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഇറ്റാനഗർ ഡയസിനകത്ത് ഉള്ള സ്റ്റോളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് അച്ഛനാവണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ രൂപതയിൽ അച്ഛനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഫിയാത്ത് മിഷൻ്റെ ആദ്യത്തെ അച്ഛൻ, മിഷൻ കോൺഗ്രസിലൂടെ വന്നിട്ടുള്ള ആദ്യത്തെ അച്ഛൻ ഇറ്റാന ഡയസിലുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഫാദർ ജോയ്സൺ എടക്കളത്തൂർ. ഞാൻ ഇറ്റാനഗർ രൂപതയുടെ അച്ഛനായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ
ഞങ്ങളുടെ രൂപതയെക്കുറിച്ച് പറയുകയെന്ന് വെച്ചെങ്കിൽ 2006 രൂപത സ്ഥാപിച്ചെങ്കിൽ ഇപ്പോൾ വളരെയധികം മിഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രൂപതയാണ്. കാരണം ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ 1 ലക്ഷത്തോളം കത്തോലിക്കരാണ് ഇപ്പോൾ നമ്മുടെ രൂപതയിലുള്ളത്. 486 പള്ളികളായിട്ട് ഇതങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചൈനയുടെ ബോർഡർ പ്രദേശത്താണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. തവാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഉപയോഗിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പാരീഷുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാളാണ് നമ്മളിപ്പോൾ ഇന്ന് വെച്ചിരിക്കുന്നത്. വളരെ ഡിഫിക്കൽട്ട് പ്ലേസ് ആണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണം കൊണ്ട് സഹകരണം ഇനിയും നമ്മൾ ഒരുപാട് അവിടെ മിഷൻ പ്രവർത്തനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷം മിഷൻ കോൺഗ്രസ്സിന് അച്ഛനാവണമെന്ന് പറഞ്ഞ് കൊടുത്തത് ഏകദേശം 350 പേരോളം പേര് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അച്ഛന്മാരാവണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ ക്യാമ്പിൽ കടന്നുപോയി അവരുടെ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ കടന്ന് അവസാന അച്ഛനാവണം. അത് 350 പേരോളം പേര് കൊടുത്തു. ഈ വർഷം ആദ്യത്തെ ദിവസം തന്നെ അനേകർ അച്ഛനാവാനും സിസ്റ്ററാവാനും പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു അത്ഭുതമാണ്. ഇത് ഞങ്ങളുടെ ഒരാളെ അച്ഛനാവണോ സിസ്റ്ററാവണോ അവരെ വിളി കണ്ടെത്താൻ സഹായിക്കുന്നു, അത്രമാത്രം. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് കഥാൻ്റെ ഒരു അത്ഭുതം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പലരും എന്താണ് ഇങ്ങനെ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ, ഒരിക്കൽ പാലക്കാട് ഡയസിൽ നിന്ന് ഒരു അച്ഛൻ ഒരു ടീമായിട്ട് വന്നു ഈ ഇത് കാണാനായിട്ട്, എക്സിബിഷൻ കാണാനായിട്ട്. ഒരു വർഷം, 2ാമത്തെ വർഷം അച്ഛൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ നേരിട്ട് എക്സിബിഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ വരില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വലിയൊരു മാള് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ആ മാള് കണ്ടു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ എക്സിബിഷൻ അവസാനത്തെ ദിവസമായിരുന്നു. കുറച്ചൊക്കെ അളച്ചു, കുറച്ച് മാത്രമേ തോന്നിട്ടുള്ളൂ. അതിനകത്ത് അങ്ങനെ നടന്ന് കാണുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കൊണ്ടുവന്ന ഒരു PG-കാരൻ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ അതിനകത്ത് പേര് കൊടുത്തു. ഒരിക്കൽ പോലും അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് അച്ഛനാകാൻ പോകണമെന്ന് ഒരു ആഗ്രഹം പോലും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ മിഷൻ കോൺഗ്രസ്സിന് വന്നു, ആൾ പേര് കൊടുത്തു എനിക്ക് അച്ഛനാവണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിളി തിരഞ്ഞെടുക്കാൻ പറ്റിയ അനേകരുടെ വിളി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. മിഷനിലേക്കുള്ള അവരുടെ വിളി കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ഒരു എക്സിബിഷനിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം പള്ളികൾ 3 വർഷത്തിനുള്ളിൽ തന്നെ 100 ചില്ലാനും പള്ളികൾ മിഷനിൽ പണിയാൻ പറ്റിയിട്ടുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കേരളത്തെ പള്ളികളല്ല, ചെറിയ കൊച്ചു പള്ളികൾ, അതായത് വില്ലേജ് ചർച്ചസ് 100-ന് മേലെ ഈ ഒരു മിഷൻ കോൺഗ്രസ്സിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷനിലൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ 1 ലക്ഷത്തോളം കത്തോലിക്കരാണ് ഇപ്പോൾ നമ്മുടെ രൂപതയിലുള്ളത്. 486 പള്ളികളായിട്ട് ഇതങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചൈനയുടെ ബോർഡർ പ്രദേശത്താണ് കൂടുതലായിട്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. I belong to Sisters Adorers Congregation. My name is Sister Mary Abraham. Our congregation started in 1856 in Spain by Saint Maria Micaela. Today, we are in 25 countries. We are working in 4 continents: Asia, Africa, America, South America. In India, we have communities in 9 states: West Bengal, Andhra, Orissa, Delhi, Punjab, Maharashtra, Goa, Karnataka and Kerala. Our main activities are adoration and liberation. Liberation through education, social activism, boarding for the children, those who are at risk. Yeah, anyone else? നമ്മുടെ ഭൂഖണ്ഡങ്ങളുടെ പേരുകളാണ്. ആ ഭൂഖണ്ഡത്തിന്റെ കളറുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏഷ്യയുടെ കളർ എന്താണ്? മഞ്ഞ. ആ, ഓഷ്യാനയുടെ കളർ എന്താണ്? നീല. യൂറോപ്പിന്റെ കളർ എന്താണ്? വെള്ള.
അമേരിക്കയുടെ കളർ എന്താണ്? റെഡ്. ആഫ്രിക്കയുടെ കളർ എന്താണ്? ഇത് 5 ഭൂഖണ്ഡങ്ങളാണ്. ഈ 5 ഭൂഖണ്ഡങ്ങളിൽ നമുക്ക് ആരെ അറിയിക്കണം? ഈശോ സുവിശേഷം പ്രഘോഷിക്കണം. നമ്മളറിയാതെ ഒരാൾ പോലും ഈശോനെ നഷ്ടപ്പെടുത്താൻ ഈശോനെ അറിയാതെ പോകരുത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടി സഹായിക്കണം, പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ? കുഞ്ഞു മിഷണറി ആയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ആരും ഇതിൽ നോക്കരുത്. ഏത് മിഷനാണോ ഏത് ഭൂഖണ്ഡമാണോ നിങ്ങൾക്ക് തരുന്നത് ആ ഭൂഖണ്ഡമാണ് ഇന്നു മുതൽ മരണം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരാൾ പോലും ഈശോയെ അറിയാതെ അവിടെ മരിച്ചു വീഴാൻ ഇടയാകരുതേ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇത് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആർ യു റെഡി ഫോർ ദാറ്റ്? യെസ്. ഓരോരുത്തരും എടുത്തോളൂ. എടുത്തിട്ട് താഴെ ഇടരുത് കേട്ടോ. ഓരോന്നും എടുത്തു, അത് കഴിഞ്ഞ് നമുക്ക് പറയാം ബാക്കി. ഇടരുത്, കയ്യിൽ പിടിച്ചു വയ്ക്കുക കേട്ടോ. വെരി ഗുഡ്. ഓരോരുത്തരും എടുത്ത് എല്ലാവർക്കും എടുക്കാം. ഇടരുത്, എടുക്ക എല്ലാവരും എടുക്കാം. പറയാം സിസ്റ്റർ, പറയാം. എടുത്തോ എല്ലാവരും? എല്ലാവർക്കും ഉണ്ട്. ഓൾ ആർ മിഷണറീസ്. എടുത്തോ എല്ലാവരും? എല്ലാവരും എടുത്ത് മൊത്ത് കൈ പിടിച്ചേ. എന്നിട്ട് ഏത് ഭൂഖണ്ഡമാണ് കിട്ടിയെന്ന് നോക്കിയേ. ഏഷ്യ മഞ്ഞയാണ്, ബ്ലൂ ഓഷ്യാനിയ, വൈറ്റ് യൂറോപ്പ്, റെഡ് അമേരിക്ക, ഗ്രീൻ ആഫ്രിക്ക. ഈ നമ്മൾ എന്താ ചെയ്യാൻ? ഈശോയുടെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഈശോയെ അവിടെയുള്ള മനുഷ്യരെല്ലാവരും ഈശോയനെ അറിയണമേ. ആ ഈശോനെ അറിയാൻ ഇന്ന് ഞങ്ങൾ തീരുമാനം എടുക്കുകയാണ്. ഒരു സ്വർഗസ്സനായി ഒരു നന്മ ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി ഞങ്ങൾ ഇന്ന് മുതൽ എന്നും മരണം വരെ പ്രാർത്ഥിക്കുമെന്നാണ്. ഓക്കെ ആണോ? നമുക്ക് പ്രാർത്ഥിക്കാം. തുടങ്ങിക്കോ. സ്വർഗസ്സനായ പിതാവിലേക്ക് ഭൂമിയിലാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരും അതാത് കളർ അനുസരിച്ചിട്ടേ. പയ്യെ എല്ലാവരും ഇടണം. അപ്പം നിങ്ങളിപ്പോൾ ആരാണ്? ഈശോയുടെ പ്രേക്ഷിതരാണ് കേട്ടോ. യെസ്. കളർ നോക്കിയിടും. ഇനി ഓടിപ്പോകരുത്, നമുക്ക് കുറേ കാര്യം കൂടി ചെയ്യാൻ. ഞങ്ങളുടെ MSMI കോൺഗ്രിഗേഷൻ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറയും. ഞങ്ങൾ വർക്കേച്ചനാണ്. അപ്പോൾ മോൺസിഞ്ഞർ CJ വർക്കേച്ചനാണ് ഞങ്ങൾ സഭ സ്ഥാപിച്ചത്. 1962 സെപ്റ്റംബർ 8-നാണ് ഞങ്ങൾ സഭ സ്ഥാപിച്ചത്. കൊളത്തുവയൽ, കോഴിക്കോട് ജില്ലയിലെ കൊളത്തുവയൽ എന്നൊരു സ്ഥലത്താണ് ഞങ്ങളുടെ സഭ ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ഞങ്ങൾ മെയിനായിട്ട് ഈശോ രക്ഷിക്കുന്ന സ്നേഹം വിവിധങ്ങളായ ശുശ്രൂഷ മേഖലയുണ്ട്. മെയിനായിട്ട് ഞങ്ങൾ വചന പ്രഘോഷണം ചെയ്യുന്നു. ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഞങ്ങൾക്ക് 4 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് NRC കൊളത്തുവയൽ തന്നെ, അതുപോലെ തന്നെ അങ്ങനെ പിന്നെ വചന ശുശ്രൂഷകൾ ചെയ്യുന്നു. അങ്ങനെ ഈശോയുടെ രക്ഷിക്കുന്ന സ്നേഹിതങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു മിനിസ്ട്രിയാണ് ഞങ്ങളുടെ പ്രോ ലൈഫ് മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ 7 ആഴ്ച മുതൽ 10 ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചാ കാലഘട്ടങ്ങളാണ് ഞങ്ങൾ അവിടെ കാണിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് വീക്ക് മുതൽ കൊച്ചിന് ജീവനുണ്ട്, അവയവങ്ങളൊന്നും ആയിട്ടില്ല, നമുക്കിപ്പോൾ തന്നെ കൊച്ചിനെ കളഞ്ഞേക്കാം എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പറയുന്നത് അവർക്ക് ജീവനുണ്ട്. ഒരു ജീവനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അങ്ങനെ നശിപ്പിക്കാനുള്ള അധികാരം നമുക്കില്ല. കാരണം ജീവൻ ഒരു ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ എങ്ങനെയുള്ള കുഞ്ഞാണെങ്കിൽ പോലും അവരുടെ ആ ജീവനിലൂടെ നമ്മൾ രക്ഷിക്കാനായിട്ട്
ആ നമ്മുടെ ജീവൻ്റെ സംരക്ഷകരാണല്ലോ. അപ്പോൾ നമ്മൾ അവരങ്ങനെ രക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തുക. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് സ്ട്രീറ്റ് മിനിസ്ട്രി, മീഡിയ മിനിസ്ട്രി, പിന്നെ ഹീലിംഗ് മിനിസ്ട്രി, ജയിൽ മിനിസ്ട്രി, മീഡിയ, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ, ഇടവക പ്രവർത്തനങ്ങൾ, പിന്നെ ഇടവകളിലെ കുടുംബങ്ങളിൽ കടന്നു ചെന്ന് ഞങ്ങൾ വചനം പ്രഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് നടത്തുന്നു, സ്പിരിച്വൽ കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നടത്തുന്നു. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഞങ്ങൾ 4 പ്രൊവിൻസുകളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. 3 പ്രൊവിൻസ് കേരളത്തിലും 1 പ്രൊവിൻസ് വർദ്ധയിലായിട്ട് ഞങ്ങൾ ശുശ്രൂഷകൾ ഈശോയുടെ രക്ഷിക്കുന്ന സ്നേഹം ലോകം മുഴുവൻ, സാർവത്രിക സഭ മുഴുവൻ ഞങ്ങൾ പകർന്നു കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് അകന്നു പോകും. അല്ലെങ്കിൽ അവരെന്നാ ചെയ്യും? ഇതൊക്കെ ഈ വൈദ്യശാസ്ത്രം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സയൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ 100% ശരിയാണെന്നും പറഞ്ഞ് നമ്മുടെ ജനം ഇതിലൂടെ പോകും. അപ്പോൾ കുഞ്ഞുങ്ങളിലെല്ലാം ഇപ്പം കോളേജ് കുഞ്ഞുങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ ഗർഭിണികളാകുന്നു. അവരിത് വിശ്വസിച്ച് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് ജാൻ ആൻഡ് തുഴൈറ്റ്. ഞങ്ങളിതൊരു ഫ്രഞ്ച് കോൺഗ്രിഗേഷനാണ്. ഇവിടെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് എൻ്റെ പേര് സിസ്റ്റർ ഷെർലി, സിസ്റ്റർ തെരേസ, സിസ്റ്റർ മേരി, സിസ്റ്റർ ജഷ, ഇങ്ങനെ 4 പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ക്യാരിസ് എന്ന് പറയുന്നത് ദരിദ്രരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുക. അതാണ് ഞങ്ങളുടെ ക്യാരിസം എന്ന് പറയുന്നത്. ഞങ്ങൾ സെൻറ്റ് വിൻസെൻ്റ് ഡി പോളിൻ്റെ ആത്മീയതയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫൗണ്ടറസ് ഫ്രാൻസിൽ നിന്നുള്ള ആളാണ്. 1799 ഞങ്ങളുടെ സഭ സ്ഥാപിതമായി. ഇന്ന് ഏകദേശം 33 രാജ്യങ്ങളിൽ ഞങ്ങളുടെ സഭ ഇന്ന് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ വന്നിട്ട് 25 വർഷമായി. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ 200 വർഷം ആഘോഷിക്കുന്ന സമയത്താണ് ഇവിടെ ഞങ്ങളുടെ സമൂഹത്തിലോട്ട്, ഇന്ത്യയിലോട്ട് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് സിസ്റ്റേഴ്സ് വന്നത്. പ്രധാനമായി ഇറ്റലിയിൽ നിന്നും ലബനോണിൽ നിന്നുമാണ് സിസ്റ്റേഴ്സ് വന്ന് ഈ ഇന്ത്യയിൽ മിഷൻ ആരംഭിച്ചത്. ഇന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഓൾഡ് ഏജ് ഹോമുണ്ട്, ഓർഫണേജ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. പ്രത്യേകമായും ഇന്ത്യയിൽ ഞങ്ങൾ കേരളം, തമിഴ്നാട്, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. Welcome to Salesian Don Bosco Mission, Dimapur, Nagaland, Assam, Manipur and Arunachal Pradesh. Okay, so in this place we are working among many groups: education, faith and incarceration. We print Bibles. We have Bibles in their language. Okay, this is Wancho, Arunachal Pradesh. This is Rongmei Bible from Manipur. This is Sadri Bible from Assam. These are caps, traditional. Then if you look there, you see the dances, different dances, Arunachal Pradesh dances. You see here Arunachal Pradesh, Nagaland, Assam, Manipur, and these are traditional dresses. So
അപ്പോൾ ഈ വർഷത്തെ പോപ്പിൻ്റെ പിൽഗ്രിം ഓഫ് ഹോപ്പ് എന്നുള്ള ആ തീം അല്ലെങ്കിൽ ആ ടാഗ് ലൈൻ ഞങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ജേർണി ഓഫ് ഹോപ്പ് എന്നാക്കിക്കൊണ്ട് ബൈബിളിലത്തെ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും ജേർണികൾ എല്ലാം അതുമാതിരി പ്രത്യാശ തരുന്ന എല്ലാ സംഭവങ്ങളും ബൈബിളിലത്തെ എല്ലാ സംഭവങ്ങളും ആസ്പദമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക എക്സിബിഷനാണ്. ഒരു പിക്ചറൈസ് ചെയ്തിട്ടുള്ള ബൈബിളിലെ എല്ലാ ഇതുകളും പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് സിസ്റ്റർ ഷേർലി ജോൺ. SMMI കോൺഗ്രിഗേഷനിലാണ്. SMMIയുടെ ഫുൾ ഫോം സലേഷ്യൻ മിഷണറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 1889 പിന്നെ ഫ്രാൻസിലാണ് തുടങ്ങിയത്, പാരീസിൽ. അത് തുടങ്ങിയിട്ട് ആദ്യമേ ഞങ്ങളുടെ 4 സിസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വന്ന് നാഗ്പൂർ ആയിരുന്നു. നാഗ്പൂരിലാണ് ഇതിൻ്റെ തുടക്കം ഇന്ത്യയിൽ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങളിപ്പം 22 കൺട്രീസിൽ ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലിപ്പം ഞങ്ങൾക്ക് 6 പ്രോവിൻസും 1 റീജിയനുമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം എല്ലാ മേഖലയിലും ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഹീലിംഗ് മിനിസ്ട്രി ഉണ്ട്, എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഉണ്ട്, സോഷ്യൽ വർക്കും ഉണ്ട്, അനാഥാശ്രമങ്ങൾ, അതുപോലെ ഓൾഡ് ഏജ് ഹോംസ്. ഞങ്ങൾ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നതാണ്. ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 23 കൺട്രീസിൽ ഞങ്ങളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വേണേ